ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ മിഠായി കൊടുക്കലാണ് കേട്ടോ ഇന്ന്. അപ്പം വീട്ടിൽ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടു, തലേ ദിവസം ഇട്ടതാണ്. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ ആയ കാരണം തന്നെ മുറ്റത്ത് കുറച്ച് ചളി പോലെയുള്ള കാരണം മുറ്റത്ത് മാറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചു. പിന്നെ നമുക്ക് ആ സൈഡിൽ ഗേറ്റ് വരുന്നുണ്ട്, മെയിൻ ഗേറ്റ്. പക്ഷെ അവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ മെയിൻ റോഡാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ അവിടെ നിന്ന് ഒരു പ്രൈവസി ഉണ്ടാവില്ലല്ലോ ഫുഡ് കഴിക്കാൻ. അപ്പോൾ മെയിൻ ഗേറ്റ് ഉണ്ടാവില്ല, ഓരോക്കെ വേണം, അവിടെയാണ് മെയിൻ ഗേറ്റ് വരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ മറിച്ചിട്ട് ഇവിടെ ഒരു ചെറിയ ഗേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടെയാണ് എൻട്രൻസ്. അപ്പോൾ അവിടുത്തെ ഗേറ്റ് അങ്ങനെ മറച്ചിക്കാണ് കേട്ടോ, ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അനിയന്മാരും അനിയത്തൊക്കെ കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ കസാലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഓരോരുത്തരും ഓരോ വർക്കിലാണ് കേട്ടോ. അപ്പോൾ ഉമ്മമ്മ ഇതെവിടെ നിന്ന് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിയുന്നുണ്ട്. ഇത് രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് കഴിഞ്ഞിതാ ഞാൻ അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവളെ ലുക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്ത് ഭംഗിയുണ്ടെങ്കിൽ ലേറ്റായിട്ട് വല്ലാണ്ട് മേക്കപ്പ് എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഒന്ന് ഒരുക്കി കൊടുത്തു. പിന്നെ മാട്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഹെയറൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തത്. അങ്ങനെ ഒരുങ്ങലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ലുക്ക്. മമ്മ കാണിച്ചു കൊടുക്കാതെ അപ്പോൾ അവൾ ഒരുങ്ങിയെന്ന് കണ്ടപ്പോൾ ഉമ്മമ്മക്ക് ഭയങ്കര സങ്കടം വന്ന് കരഞ്ഞു കേട്ടോ. ആ കണ്ണീരിനും ആ സങ്കടത്തിനൊക്കെ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ ഉമ്മമ്മ ചിന്തിച്ചതുകൊണ്ടാവാം ഉമ്മമ്മക്ക് ഒരുപക്ഷെ കണ്ണീരും സങ്കടമൊക്കെ വന്നിട്ടുണ്ടാവുക. കുഞ്ഞുനാണെങ്കിൽ ഒരുപാട് സങ്കടമായി. പിന്നെ ഈ ആ ടൈമിൽ കുളിക്കണോണ്ട് ഇയാൻ്റെ എക്സ്പ്രഷൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ തിരക്കായിപ്പോയി. അപ്പോൾ ഇയാൾക്ക് ഒരുപാട് സങ്കടമായി കേട്ടോ. അപ്പോൾ ഇതാ ഞാനും മോനൊക്കെ ഒരുങ്ങി. ഇതാണ് ഞങ്ങളുടെ ലുക്ക്. മാലിക്കും നന്നായി ഉറക്കം വരുന്നുണ്ട് കേട്ടോ. നേരത്തെ എണീറ്റുകൊണ്ടാണ്, ഒരു 5:45 6 മണി ആകുമ്പോഴത്തേനും എണീറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനക്ക് ഉറക്കം വരുന്നത്. അപ്പോൾ ഇത് അവരവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓടിപ്പോയി ചെക്കനെ കാണാനുള്ള ക്യൂരിയോസിറ്റിയിൽ പോയി നോക്കുകയാണ്. പക്ഷേ എത്ര ക്യൂരിയോസിറ്റിയിൽ എത്തിയെന്ന് നോക്കിയിട്ടും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചെക്കനും കണ്ടാണല്ലോ വരുന്നത്, അപ്പോൾ കാണാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണാൻ പോണത്, ഞാൻ ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ തന്നെ അവരെത്തി. അപ്പോൾ അത് ഉമ്മമാരും താത്തമാരൊക്കെ ആയിട്ട് വെട്ടുന്നത്. അപ്പോൾ അവർ പന്തലിൽ ഇരിക്കുന്നില്ല, അവരകത്തിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ കസാലൊക്കെ അകത്തേക്ക് ഇട്ടിട്ട് അവരെല്ലാവരെയും ഇരുത്തി. അപ്പോൾ ഫൈനലി നമ്മൾ ചെക്കനെ കണ്ടു. അപ്പോൾ ഈ ബ്ലൂ കളർ ഷർട്ട് ഇട്ടതാണ് കേട്ടോ ചെക്കൻ. അപ്പോൾ കാക്കു ഇതെല്ലാവരും സലാമൊക്കെ പറഞ്ഞിട്ട് കെട്ടുന്നുണ്ട്. പിന്നെ അവർ മുട്ടായി കിടക്കൽ ചടങ്ങിലേക്ക് കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഓരോരുത്തരും കൊടുന്ന ഐറ്റംസൊക്കെ കൊടുന്ന സാധനത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെക്കൻ ബൊക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഇതാരാന്നൊന്നും എനിക്ക് പറയാറിയില്ല. അപ്പോൾ അവരെ ഫാമിലീസിലത്തെ ആൾക്കാരൊക്കെ കൈമാറിയത് ഉമ്മയാണ്. അപ്പോൾ ഉമ്മ കൊടുത്തു. പിന്നെ ഇതാരാന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എല്ലാവരും കൊടുത്തു. അപ്പോൾ അവൾക്ക് ഭയങ്കര ഷെയിമുണ്ട് കേട്ടോ, കാരണം ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതൊന്നും അവൾക്ക് വല്ലാണ്ട് ഇഷ്ടമില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് പേടിയൊക്കെ ഉണ്ട് അവൾക്ക്. ഇതൊക്കെ ആയിരുന്നു കേട്ടോ കൊടുന്ന സാധനം. ചെരുപ്പ്, 2 കൂട്ട് ഡ്രസ്സ്, പിന്നെ മിഠായി, പിന്നെ നട്ട്സ്, അതൊക്കെയാണ് കേട്ടോ കൊടുന്നത്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വിളമ്പാൻ നിന്നു. അപ്പോൾ ഇതാദ്യം ആണുങ്ങളാണ് കേട്ടോ ഇരുത്തണത്. അപ്പോൾ ഇതാ ആദ്യം ആണുങ്ങളാണ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നത്. അപ്പോൾ ഇതാ അവിടെ കുഞ്ഞുനായിട്ട് അല്ലെങ്കിൽ കാക്കു സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെക്കന് ഇതവിടെ ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ മോന് വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൂടെ ഇതാ മാലിക്കും ആദ്യം തന്നെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവനക്കൊരു സമാധാനം എന്ന് പറയാനുണ്ടായിരുന്നില്ല. വയോ ബിരിയാണി കഴിക്കുക, ബിരിയാണി കഴിക്കുക, ഇറച്ചി മാമു കഴിക്കുക, ഇറച്ചി മാമു കഴിക്കുക, ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവൻ്റെ അടുത്ത് ഇരുത്തിക്കോ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അടുത്ത് ഇരുത്തി അവൻ്റെ കൂട്ടുകാരന്മാർ അവനായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ ഫുഡ് കഴിക്കാൻ ടൈമിൽ കഴിയാനായ ടൈമിൽ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വിളമ്പി. അപ്പോൾ അവൻ പോവാൻ ടൈമിൽ ജസ്റ്റ് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട്
ഗേൾസാണ് ഇരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മെയിൻ റോളൊക്കെ കാട്ടിയിട്ട് താത്ത റോളൊക്കെ കാട്ടിയിട്ട് അവിടെ ഇങ്ങനെ മെയിനായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ചെറുതിൽ നിന്ന് വലുതായപ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളെ താത്തയേക്കാനും ഞങ്ങൾ ഒരു താത്ത റോളൊക്കെ ഇട്ടിട്ട് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് നടക്കുകയാണ്. അപ്പോൾ അവർ കൊടുന്ന മുട്ടായിന്ന് അവരെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ മുട്ടായി നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനാണ് കൊടുക്കണത്. എന്താ ചെയ്യുക, താത്തായിപ്പോയില്ലേ. അപ്പോൾ നമ്മൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓൾറൗണ്ടായിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ മാലിക്കൊണ്ട് പറഞ്ഞു, പിന്നെ അവൻ പകുതി വെച്ചിട്ട് ഞാൻ എല്ലാം അവൻ അവിടെ നിന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര മടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഞാനിങ്ങനെ എന്താ പറയുക, എന്നാലും കുഴപ്പമില്ല. അവൻ എല്ലാവർക്കും കൊടുത്തു, മിഠായിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ അവർ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ടാറ്റൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ മാലിക്കിൻ്റെ ക്ലാസ്സിലൊരു വെള്ളം ഉണ്ടായിരുന്നു, കളഞ്ഞാൽ അവിടെ ഭൂലോക യുദ്ധമായിരുന്നു. അങ്ങനെ ഞാനത് അവിടുന്ന് വെള്ളമൊക്കെ എടുത്ത് അവനക്ക് കൊടുത്തു. അങ്ങനെ ഇതാ അവർ യാത്രയൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ അവർ കാറുകളിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തർ ഓരോ കാറിൽ കയറിയിട്ട് അങ്ങനെ യാത്ര പറഞ്ഞു. അങ്ങനെ ഇതാ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ പോയപ്പോഴത്തേനും ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ കുടൽമാലൊക്കെ കത്തിക്കരയുണ്ടായിരുന്നു, അത്ര വിശപ്പുണ്ടായിരുന്നു. രാവിലെ 8 മണി ആകുമ്പോഴാണ് ചായ കുടിച്ചത്. പിന്നെ ഭക്ഷണം നമ്മൾ അവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. 2:30-3 മണി ആയിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ എല്ലാവരും കൂടെ ഇരുന്ന് കുറച്ച് സാറൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് അവരോരോ ഐറ്റംസൊക്കെ പൊട്ടിച്ച് ഡ്രസ്സൊന്നും കാണാൻ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. മിഠായും കാര്യങ്ങളൊക്കെ അടിച്ച് മാറ്റി തിന്നു. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ കുറച്ച് എല്ലാവരും കൂടി കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചു, അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ രാത്രി എൻ്റെ അധ്വാനമാണ് ഈ കാണുന്നത്. എനിക്ക് കുറേ എഴുതാനുണ്ടായിരുന്നു. പിറ്റേ ദിവസം റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ റെക്കോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിരുന്ന് ഭയങ്കര എഴുത്തായിരുന്നു കേട്ടോ രാത്രി. അപ്പോൾ മാലിക്കും കാക്കും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഫോണിൽ എന്തോ കാർട്ടൂണും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മാലിക്ക് ഇടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരും. അപ്പോഴത്തേനും കാക്ക അങ്ങോട്ട് വിളിച്ചുണ്ടാവും. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.